നമസ്കാരം, മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രേം ഷമീർ സ്ഥലം മാറി പോവുകയാണ് വയനാട്ടിലേക്ക്. അദ്ദേഹം ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. അപ്പൊ എല്ലാവരും കരുതുന്നുണ്ടായിരിക്കും, എന്താണ് ഒരു സാധാരണ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലം മാറി പോകുന്നത് കൊണ്ട് അതിലുള്ള പ്രത്യേകത എന്തായിരിക്കും, അതിലുള്ള കൗതുകം എന്തായിരിക്കുമെന്ന്. ആ കൗതുകം അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടണം. അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആണ് എന്റെ ഈ വലതുവശത്ത് കാണുന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മളിപ്പോ പോവുകയാണ്. അദ്ദേഹം പാക്കിങ്ങിലുള്ള തത്രപ്പാടിലാണ് പോവാനുള്ള. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം, എന്താണ് ആ കൗതുകം എന്നൊന്ന് അറിയാം. നമസ്കാരം സാർ. ഞങ്ങൾ മെട്രോ പോസ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോ സാറിന്റെ ഒരു പാക്കിംഗ് ഭയങ്കര ഒരു പ്രത്യേകതയും കൗതുകവും ഉള്ളതാണെന്നൊക്കെ അറിഞ്ഞു. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്, കാണാനും കൂടിയിട്ട്. അപ്പൊ എല്ലാവർക്കും കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. ഓക്കെ, സാധാരണ പാക്കിംഗ് എന്ന് പറയുമ്പോ നമ്മൾ തുണികളാണ് ഉദ്ദേശിക്കുക. ഇതിപ്പോ വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഓരോരോ ഹോബികളുണ്ടാവും. ഇപ്പൊ ഈ സിനിമയിൽ പറയുന്ന പോലെ ഇതൊക്കെ എന്റെ പണിയായുധങ്ങളാണ് ആശാന എന്ന് പറയുന്ന പോലെ ഇതാണോ സാറിന്റെ പണിയായുധങ്ങളാണ് ഇപ്പത്തെ. പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ മുന്നിലാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ ഒരു താല്പര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇതിന്റെ അകത്തുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല. എന്റെ ഈ കൊത്തുപണികൾ എനിക്കറിയാം. അതെങ്ങനെ ചിത്രം വരയ്ക്കാതെ എങ്ങനെ കൊത്തുപണി അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല. എന്തായാലും അത് പറയാം എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇപ്പം ട്രാൻസ്ഫർ ആയിട്ട് പോവാണ്, വയനാട്ടിലേക്ക് പോവാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് തൃശ്ശൂരേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 6 കൊല്ലമായി ഇവിടെ തന്നെയായിട്ട്. ഇതിപ്പം ഇനിയിപ്പം വയനാട്ടിലേക്ക് തന്നെ ബത്തേരി കുറിച്യാട് റേഞ്ചിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഇതൊക്കെയാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ള മെയിൻ സാധനങ്ങൾ. ഞാൻ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് സാധനങ്ങളും അതൊക്കെ ഉണ്ട് പാക്ക് ചെയ്യാൻ. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ എടുത്തു വെക്കാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിന്റെ ഓരോ ഉളിയും സാധനങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് എന്താണ് ഇവിടെ ഉള്ളതെന്ന്. എല്ലാവർക്കും കാണാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, എന്താണ് മെയിൻ ആയിട്ട് സാർ ഇപ്പൊ ചെയ്യുന്നത് എന്ന്. ഒരു ശില്പകലയാണെന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയാണ്, എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ജോലിയുടെ ഇടയിലൊക്കെ ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു താല്പര്യമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അതെന്താന്ന് വെച്ചാലേ, ഇത് നമുക്കിപ്പോ കുറച്ച് സമയമുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റിയൊരു പണിയല്ല ഇത്. ഇത് ചിലപ്പോൾ രാത്രി 12 മണിക്കോ ചിലപ്പോൾ 2 മണിക്കോ ഒക്കെ ആയിരിക്കും തോന്നുന്നത് ചെയ്യണം. ആ സമയത്ത് ചെയ്താലേ അത് ശരിയാവുള്ളൂ. അല്ലാതെ നമുക്കിപ്പം കുറച്ച് സമയമുണ്ട്, ഉച്ചയ്ക്ക് 1 മണി 2 മണി വരെ ഇങ്ങനെ ടൈമൊന്നും വെച്ച് ചെയ്യാൻ പറ്റിയൊരു വർക്കല്ലേ ഇത്. ഇത് നമുക്ക് മനസ്സിൽ തോന്നും ഇപ്പൊ ചെയ്യണം, അതിനൊരു താല്പര്യം വരും. ആ സമയത്ത് ചെയ്താലേ ഇത് അതാവുള്ളൂ. ഇപ്പൊ ഒരു വര വരച്ചാൽ ആ വര വരയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തോന്നുന്ന സമയത്ത് വേണം ചെയ്യാൻ. അല്ലാതെ കുറെ സമയമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു പണിയല്ലേ. അതെ അതെ, നമുക്കൊരു മൂഡ് വരണം, അതിനായിട്ട് താല്പര്യം വേണം, അതിനനുസരിച്ചുള്ളത്. അങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അതെ, ഇപ്പൊ കാണുമ്പോ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. ഈ കാഴ്ചകളിലേക്ക് കൂടുതലും കൊത്തുപണികളാണ് കൂടുതലായിട്ടും കാണുന്നത്. അതായത് മരത്തിലാണ് കൊത്തുപണികൾ തീർക്കുന്നത്. ഇപ്പൊ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആയതുകൊണ്ടാണോ ഒരു മരത്തിലുള്ള ഒരു അല്ല അതുകൊണ്ടല്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഇതൊക്കെ ഒരു എന്താ പറയാ, ഇത് ലോകത്ത് ഇതൊന്നേ ഉള്ളൂ. ഞാൻ ചെയ്തൊരു സാധനം ലോകത്ത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ മീഡിയം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ആയിരുന്നു എന്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തത്. അപ്പൊ അത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ നശിച്ചു പോവാണ്. അപ്പം ചിലതൊക്കെ പക്ക നല്ല നമുക്ക് തന്നെ കണ്ടാൽ ഒരു ഇഷ്ടം തോന്നുന്ന കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പൊട്ടിയും പൊളിയും നശിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം രണ്ടാമത് അതുപോലെ ഒന്ന് ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയാണ് മീഡിയം മാറ്റിയത്. റേഞ്ച് ഓഫീസർ ആയതുകൊണ്ട് മീഡിയം മാറ്റിയതല്ല. ഇങ്ങനെ അത് ഇനിയൊരു കാലം ഉണ്ടാവണം, ഞാൻ നമ്മളൊക്കെ ഇവിടുന്ന് ഭൂമിന്ന് പോയാലും ഈ സാധനം ഇവിടെ നിൽക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത വർക്ക്സ് ഈ ഭൂമിയിൽ ഉണ്ടാവണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് മീഡിയം മാറ്റിയത്. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഹോബി എങ്ങനെയാണ് സാറിന് വന്നത്? ഇത് എന്താന്ന് വെച്ചാൽ നമ്മളെ കോയിന്റെ മുകളിൽ കണ്ടിട്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു തോന്നിച്ച് വരുന്ന അപ്പോഴാണ്.
പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊന്നും ഈ ഇന്റർനെറ്റോ അല്ലെങ്കിൽ യൂട്യൂബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ആ കോയിന്റെ മുകളിൽ കാണുമ്പോൾ ഈ 25 പൈസ കോയിന്റെ മുകളിൽ അന്നൊരു മറ്റേ ഇതിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, യൂണിക്കോണിന്റെ. പണ്ട് പഴയ 25 പൈസ യൂണിക്കോണിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത സാധനമാണത്. അതൊക്കെ ഇപ്പൊ എവിടെയാണ്? അത് ഇപ്പൊ ഉണ്ട്. അത് വന്ന് മരത്തിലാ ചെയ്തത്. അപ്പൊ അത് അന്ന് എന്താന്ന് വെച്ചാൽ നമ്മള് വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 25 പൈസ അവിടെയുള്ള ആശാരിമാരെ ഉളിയും വെച്ചിട്ടാ ചെയ്യുന്നത്, ആയത്തെ പണി. അവരെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഉളി പിടിക്കേണ്ടതൊക്കെ അപ്പൊ അത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഇത് ചെയ്തു തുടങ്ങുന്നത്. അപ്പൊ ആ കോയിന്റെ മുകളിൽ കാണുമ്പോൾ കണ്ടിട്ടില്ല നമുക്ക് എങ്ങനെയാണ് അതിന്റെ ആ രീതികളും കാര്യങ്ങളും എങ്ങനെയാണ്. കാരണം ഒരു ചെറിയൊരു 1 മില്ലിമീറ്ററിന്റെ കനത്തിന്റെ കുറഞ്ഞ ഒരു ഇതിലാണ് അവര് ഒരു സാധനം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു സാധനത്തിന്റെ മുകളിൽ തീർച്ചയായിട്ടും പ്രൊജക്ഷൻ നമുക്ക് നല്ല രീതിയിൽ വരുത്താൻ. അപ്പൊ അതെന്നാണ് ഇതിന്റെ തുടക്കം. അതിനുശേഷം ഇവൻ ഒരു എക്സിബിഷൻ വരെ വെച്ചിരുന്നു ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ. അപ്പൊ അങ്ങനെ അവിടെ എക്സിബിഷൻ നടത്തി. പിന്നെ അതിനുശേഷം ഇനിയൊരു എക്സിബിഷൻ നടത്തണം, കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ആയിട്ട്. അതെന്തായാലും ഇപ്പൊ നമ്മുടെ ഇവിടെ ആയിരിക്കും, തൃശ്ശൂരായിരിക്കും. തൃശ്ശൂര് ഇപ്പൊ വയനാട് എത്തിയില്ലേ, ഇങ്ങോട്ട് ആയിരിക്കും അറിയില്ല. എന്തായാലും നോക്കണം, ഒരു സമയം വരുമ്പോൾ ഒന്ന് എക്സിബിഷനൊക്കെ കുറച്ച് സാധനങ്ങൾ അധികം വേണം. ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പലർക്കും കൊടുത്തിട്ട് അങ്ങനെ പലരുടെയും കയ്യിലാണുള്ളത്. ഇനിയിപ്പോ ഞാൻ ആർക്കും കൊടുക്കാറില്ല. എന്തിനാന്ന് വെച്ചാൽ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് കൊണ്ട് ആർക്കും കൊടുക്കാറില്ല. പിന്നെ ഇത് എക്സിബിഷന്റെ സമയത്ത് ഓരോ വീട്ടിൽ പോയി വാങ്ങാനും ചിലപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആർക്കും കൊടുക്കാറില്ല. ഇപ്പൊ എല്ലാം ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണും. ആനയിലല്ല ചെയ്തത്, കാർട്ടൂൺ ആനയില ചെയ്തത്. അത് ചെയ്ത സമയം ചെയ്ത ഡേറ്റ് കൊത്തി വെച്ചതാണ് ലാസ്റ്റ്. ഏത് കാലത്താ ചെയ്തത് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡേറ്റ് കൊത്തിയതാണ്. പിന്നെ ഇത് കണ്ട് ഇത് പ്ലാവിന്റെ കഷ്ണമാണ്, ഇതും പ്ലാവാണ്, പക്ഷെ ഇത് തേക്കാണ്. അപ്പൊ അതാണ് അല്ല ഗ്ലോസ് ചെയ്തതല്ല. ഇത് കണ്ട് ഇതാണ് ഈ ഉൾവശമാണ് പ്ലാവ്, പുറം പ്ലാവല്ല. അപ്പൊ ആ പ്ലാവിലാണ് ശരിക്കും പോളിഷ് ചെയ്ത രസം വരുന്നത്, പ്ലാവിലാണ്. ഇത് തേക്കാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈദ് മുബാറക്കിന്റെ ബക്രീദിന്റെ സമയത്ത് വന്ന ഒരു ആശംസ അതിൽ കണ്ടപ്പോ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയപ്പം ചെയ്തതാണ്. പിന്നെ ഇത് വനംവകുപ്പിന്റെ എംബ്ലമാണ്. ഇത് അല്ല, അത് വരച്ചതാണ്. ആദ്യം വരച്ചിട്ടാണ് പിന്നെ കാർവ് ചെയ്യുക. അല്ലാതെ നമ്മള് ഡയറക്റ്റ് കാർവ് ചെയ്യല്ല, ആദ്യം വരയ്ക്കും. വരച്ചിട്ട് ഇത് അശോകസ്തംഭമാണ്. അപ്പൊ അങ്ങനെ അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 ദിവസം കൊണ്ട് അത് തീർക്കണം പണികള്. ചിമ്മിനിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് ആനയുടെ. അല്ല, അത് തുമ്പിക്കൈയില് പുല്ല് പിടിച്ചിരിക്കുകയാണ്. തുമ്പിക്കൈയില് പുല്ല് പിടിച്ചിട്ട് ആന ഇത് പുല്ല് പറിച്ചാലും ആദ്യം കാലിനിട്ട് 2 കൊട്ടു കൊട്ടും. എന്നിട്ട് ആ മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് ആള് കഴിക്കുക. ആ സമയത്ത് ക്യാപ്ചർ ചെയ്തൊരു ഫോട്ടോ ആണ്. ഒരു ജീവിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് മൂക്ക്, കണ്ണ്, ഇതൊക്കെ. അതൊക്കെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പക്ഷെ ആള് പ്രശ്നക്കാരനൊന്നും ആയിട്ടുള്ള ഒരു ആനയല്ലായിരുന്നു, ഒരു കൊമ്പനായിരുന്നു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ആനയായിരുന്നു. ചിമ്മിനി ഡാമിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ, ഡാമിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തതാണ്. ഇത് കർണാടകയിലുള്ള ഒരു ആനയാണ്. അത് നമ്മള് നെറ്റില് ഒന്ന് അടിച്ചു നോക്കുക, മിസ്റ്റർ കവനി എന്നും പറഞ്ഞിട്ട്. അപ്പൊ കാണാൻ തന്നെ അല്ലെ. തുമ്പിക്കൈക്കാണ് മെയിൻ പ്രത്യേകത. നിലമുട്ടിയിട്ടാണ് അതിന്റെ തുമ്പിക്കൈ. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഒരു സ്പേസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും ചെയ്ത് നോക്കി ചെയ്താന്ന് മാത്രം. രണ്ടും മറ്റേ ഇതാണ്. ഇത് മരത്തിന്റെ ഒരു റിങ്ങാണ്. നമ്മൾ കേട് വന്നിട്ട് ബാക്കിയെല്ലാം ദ്രവിച്ചു പോയതാണ്. അതിൽ 1 വർഷത്തെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ഒരു വർഷത്തെ വളർച്ച എന്ന് പറയുന്നത്. അതൊന്ന് ബ്ലാക്ക് ആയിരിക്കും, ഒന്ന് വൈറ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്തിട്ടാണ് ഇയർ കണക്കാക്കി. അപ്പൊ അതിലുള്ള 1 വർഷത്തെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത്. അത് ദ്രവിച്ചു പോയതാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് കിട്ടിയപ്പം നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, കീ ചെയിനൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട്, കീ ചെയിൻ ഇതുപോലുള്ള ചെറുകിട സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം
അത് ടൂൾസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉപകാരത്തിലുള്ള സാധനമല്ല. ഈ മരക്കഷ്ണങ്ങളൊക്കെ വിറകിന് മാത്രം പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. ഒരു ഫർണിച്ചറോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ പറ്റില്ല. ഇങ്ങനത്തെ പണികൾക്ക് മാത്രം പറ്റുന്നതാണത്. ഇപ്പൊ മുമ്പിലൊരു മരക്കുറ്റിയുണ്ട്. ഇത് മരക്കുറ്റി സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വിറകാണ്, എന്തായാലും അത് കുറ്റിയാണ്, അതിന് ഒന്നുമില്ല, അതിന്റെ ഉള്ളു പൊള്ളയാണ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരാൾ കാണുമ്പോഴാണ് അതിന്റെ സാധ്യത വേറെ ഉണ്ട്. ചിലപ്പോൾ ഒരു വിറകിനേക്കാളും വില കിട്ടുന്ന ഓരോരുത്തർ അതിന്റെ അകത്ത് ചെടിച്ചട്ടി വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ ചെടി വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ സാർ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സ് ഇപ്പൊ വാങ്ങുന്നുണ്ടോ ആൾക്കാർ? ഇപ്പൊ അന്വേഷിച്ച് വരാറുണ്ടോ? അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ വേറെ എന്താ അറിയോ, ഇതൊരു നമുക്കൊരു വിലയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഇത്. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വില മതിക്കാത്തൊരു സാധനമാണ്. ഇപ്പൊ അത് ചെറിയൊരു സാധനമാണത്. അത് ഞാൻ ശ്രദ്ധിച്ചു, അത് ചെറിയൊരു സാധനമാണ്. അതുപോലെ അതാണ്ട് ആപ്പിളിന്റെ ഒരു ആപ്പിളിന്റെ അതിലും ഒരു 2 ആന ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടോ? അത് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. എല്ലാത്തിലും ഒരു ആനയാണ് ഇവിടെ പ്രതീതി. എന്താണ്? അതൊന്നും കൊണ്ടെടുക്കും, ജസ്റ്റ് അതൊന്ന് കൊണ്ടെടുത്താല് ഇതെന്താന്ന് വെച്ചാലേ, ഇത് സത്യം പറഞ്ഞാല് നമുക്ക് ഈ ഇവിടെ മറ്റേ ഈ നമ്മുടെ മരമുറികളൊക്കെ നടക്കുമ്പോൾ അവിടെ വേസ്റ്റ് പീസുകൾ ഒരുപാട് വരും. ഈ തേക്ക് മുറിക്കുന്നിടത്തൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും ഇങ്ങനെ എന്തെങ്കിലും പറ്റിയ സാധനങ്ങളുണ്ടോ. നമ്മളിത് ചെറിയൊരു കഷ്ണമാണ്, ഇതല്ലത് പൊട്ടുണ്ട്. ഇവരിതൊക്കെ കാണുമ്പോഴാണ് ഇവരിത് ഒഴിവാക്കുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ കാണുമ്പോ ഇതിന്റെ അകത്ത് 2 ആനയുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതിന്റെ അകത്തൊരു 2 ആനയുണ്ട് അതിന്റെ അകത്ത്. ഇതൊരാന, പിന്നെ ഇതൊരാന. കുറച്ചു നേരം എടുത്തു കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ വളരെ ചെറിയ വർക്ക് എന്നൊക്കെ തോന്നാം നമുക്ക്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ച് നമ്മുടെ ഒരു ഇപ്പൊ പല ചിത്രകാരന്മാരൊക്കെ പറയുന്നില്ല, ആ ചിത്രത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിന്റെ അകത്ത് ഒരുപാട് കഥകളുണ്ട് എന്നൊക്കെ പറയുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഇപ്പൊ ഇതിനൊക്കെ എത്ര നേരം എടുത്തു ചെയ്യാനൊക്കെ ആയിട്ട്? ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഒരു മാസത്തിൽ കൂടുതൽ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഞാനിത് പോളിഷ് ചെയ്ത് വരുന്നവരെ സമയം നോക്കുമ്പോൾ ചിലപ്പോൾ 1-2 മാസം എടുക്കും. ചിലപ്പോൾ ഒരു സമയത്ത് എനിക്ക് തോന്നും, അപ്പൊ ചിലപ്പോൾ 1/2 മണിക്കൂർ ചെയ്തെന്ന് വരും. ചിലപ്പോൾ 2 മണിക്ക്, രാത്രി 2 മണിക്കൊക്കെ എണീറ്റ് 2 മണി 3 മണി വരെയൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യും. ആ സമയത്ത് തോന്നും നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനൊന്നും ഒരിക്കലും ഒരു സമയം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ലേ, പൈസ കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളല്ല. കാരണം ഇനി ഇതുപോലെ വേറൊന്നും ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ചിലപ്പോ എനിക്കും നടക്കില്ല, എനിക്കും പറ്റിയില്ല എന്ന് വരും. ചിലപ്പോ ഇത് വേറെ ആൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അച്ഛനൊന്നും അല്ലല്ലോ, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സാധനമല്ലേ. അതെ അതെ അതെ. ഇപ്പൊ സമയത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ എങ്ങനെയാണ് ഇത് രണ്ടും ഒന്ന് ചേർന്ന് പോവാ? ഇപ്പൊ ഈ ഒരു ഫീൽഡും സാറിന്റെ ഒരു ഒഫീഷ്യൽ ജോലി അതെന്താന്ന് വെച്ചാലേ, എല്ലാരും പറയും തിരക്ക്. നമുക്ക് ഈ യൂട്യൂബിലും മറ്റേതിലൊക്കെ എടുത്താൽ കാണും. തിരക്ക് എന്നുള്ളത് ഒരിക്കലും ആർക്കും ഇല്ല. പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ് ഈ തിരക്ക് എന്ന് പറയുന്നത്. തിരക്കായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു, അത് ഇല്ലായിരുന്നു നോക്കെ, പക്ഷെ തിരക്കായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി അനുസരിച്ചിരിക്കും തിരക്കില്ലായ്മയൊക്കെ. എല്ലാത്തിലും ആനയാണ് കൂടുതലായിട്ടും സിമ്പിൾ ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു കാരണം? ആനപ്രേമി എങ്ങാനാണോ? അതെന്താന്ന് വെച്ചാല് ഇപ്പം എന്നും ആനയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നും പത്രങ്ങളിൽ നമ്മളില്ലാത്ത ദിവസങ്ങളും കാര്യങ്ങളും കുറവാണ്. 72 ആനേനെ വരെ ഇവിടെ എണ്ണിയിട്ടുണ്ട് നമ്മുടെ റേഞ്ചിൽ, ന്യൂസിലാണ്. പിന്നെ മറ്റുള്ള എല്ലാരും ചോദിക്കും, അല്ല അവിടെ അരിക്കൊമ്പനുണ്ടല്ലോ, ചക്കക്കൊമ്പനുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും പേരുണ്ടോന്ന്. ഈ 72 ആനയൊക്കെ വരുമ്പോ എങ്ങനെയാ പേരിടുക? 1-2 വന്ന് പോകുന്നതാണെങ്കിൽ നമുക്ക് പേരിട്ട് വിളിക്കാം. ഇതൊന്നും 2 അല്ല, 10-7 ഗ്രൂപ്പായിട്ടാണ് ഇവിടെ. ഇപ്പം എന്താ കുറച്ച് ദിവസമായിട്ട് ആരും കാണാനില്ല. അവർക്കൊക്കെ രസകരമായ കഥകളുണ്ടാവും. അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ആളുകളെ ഒന്നും ആനയൊക്കെ വരുമ്പോ അടുപ്പിക്കാത്തത്. എല്ലാരും വിചാരിക്കുക എല്ലാരും നോക്കി നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞാനും നോക്കിയെന്നൂടെ. നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത ആക്ഷൻ എന്താന്നുള്ളത് നമ്മുടെ സ്റ്റാഫ് പറയും. പക്ഷെ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഗുരുവായൂർ കാണുന്ന ആനയും കാട്ടിൽ കാണുന്ന ആനയും സെയിമാണ്. പക്ഷേ ഈ നമ്മുടെ ആനയ്ക്ക് അവരുടെ ഓരോ ചലനത്തിലും ഓരോ അർത്ഥങ്ങളുണ്ട്, അതിന് ഓരോ വാർണിങ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് പുറമേയുള്ള ആളുകൾക്ക് അറിയില്ല. എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാം ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നത്. ആന ആദ്യം ഒന്ന് കാല് നിലത്തിട്ട് ചവിട്ടും, നമ്മളെ ദൂരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ
ആ ചവിട്ടും അതിന്റെ ചെവി അനക്കാതിരിക്കുന്നതും അതിന്റെ തുമ്പിക്കൈ പൊക്കുന്നതും ഇതൊക്കെ ഓരോ സിഗ്നലാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് എന്താണ്, ഇതിങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. അത് ഓരോന്ന് കാണിക്കുന്ന അത്രയേ വരുന്നുള്ളൂ. പക്ഷേ അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകളെ അടുപ്പിക്കാത്തത്. നിങ്ങൾ അവിടെ മാറി നിൽക്കണം, ഇതിന്റെ അടുത്തേക്ക് വരരുത് എന്നുള്ളതൊക്കെ പറയാനുള്ള കാരണം. അപ്പൊ എന്തായാലും ആ ഒരു കുറെ കാലമായിട്ട് പാനിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഏത് വർക്കിനായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, അതൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, ഈ ആനയെ ചെയ്യാനല്ല, അതിന്റെ സൈഡ് വർക്കുകൾ കണ്ട വനം കാണിക്കുന്നതാണ്, ഒരു ഫ്രെയിം വർക്ക് പോലെ ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ ഈ ചെറിയ പണികൾക്കാണ് സമയം എടുക്കുക. ഇപ്പൊ വലിയ രീതിയിൽ ചെയ്യുമ്പോ പാനീനൊക്കെ വലുതാക്കി ചെയ്യുമ്പോൾ വലിയ പണിയില്ല. പക്ഷേ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ സമയം എടുക്കുക. ഞാൻ ഇപ്പൊ കണ്ടിട്ട് 2 ക്ലോക്ക് ഒക്കെ കണ്ടു. ക്ലോക്കിൽ കൂടുതൽ ആ ക്ലോക്ക് കണ്ട, ആ ക്ലോക്ക് ഞാൻ പണിയെടുത്തല്ല, ചെതല് പണിയെടുത്ത ക്ലോക്കാണത്. എന്നോട് ഇവിടെ വന്ന് അത് കണ്ടപ്പോ ചോദിച്ചു, ഒരുപാട് പണിയെടുത്തിട്ടുണ്ടല്ലോ, അതെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തത്. അപ്പൊ അത് ഞാൻ പണിയെടുത്തതല്ല, അത് ആ ഒരു വെറൈറ്റി സ്റ്റൈലിൽ അത് ചെയ്തതാണ്, ഒരു ഇന്നോവേഷൻ. പിന്നെ ഈ ക്ലോക്ക് എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചില്ലേ, ക്ലോക്ക് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം എല്ലാരും എപ്പോഴും നോക്കണം. സമയത്തിന്റെ മുകളിൽ കാണുമ്പോ എപ്പോഴും നമ്മളൊരു ദിവസം ഒരു 10 വട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ സമയം കിട്ടുന്നതല്ല, നമ്മള് നോക്കുമല്ലോ. എന്താന്ന് വെച്ചാല് വീട്ടിൽ ഇതേപോലെ കുറെ സാധനങ്ങളുണ്ട്. വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, 2 കുട്ടികള്, മോള് +2 കഴിഞ്ഞപ്പോ ഡിഗ്രിക്കായി, മകൻ 9ാം ക്ലാസ്സിലേക്ക്. അങ്ങനെ ബേപ്പൂരാണ് വീട്. കുട്ടികളൊക്കെ വരുമ്പോ അച്ഛൻ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ പണിയായുധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും വയനാട്ടിൽ പോയിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റട്ടെ. എന്തായാലും അവിടെ ഞാൻ 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. 1 വർഷം ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന്റെ. ഞാൻ ജോയിൻ ചെയ്യുന്ന കാലത്ത് ട്രെയിനിങ്ങിന്റെ സമയത്ത് 1 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ യാത്ര 72 എന്നുള്ളത് ഒരു 100 ആക്കി തികയ്ക്കാനായിട്ട് പറ്റട്ടെ ആനകളെ കണ്ടിട്ട്. അത് ഇവിടെ അത്ര എണ്ണം അവിടെ കാണാറില്ല. ഇല്ല, അവിടെയൊക്കെ എണ്ണം കുറവ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ, പേരിട്ട് വിളിക്കുമ്പോ ഇവിടെ എന്തുകൊണ്ട് പേരിട്ട് വിളിക്കുന്നില്ല? ഇവിടെ ഒരു ഗ്രൂപ്പിൽ തന്നെ. പിന്നെ ഈ 72 എണ്ണമാണ് 3-4 ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പല സ്ഥലത്തേക്കും പോകും. എന്തായാലും ഇപ്പം കുറച്ച് കുറവുണ്ട് ആനയ്ക്ക്, ജോലി കുറഞ്ഞു. അവര് വന്നു കഴിഞ്ഞാൽ രാവും പകലും ഇല്ലാണ്ടുള്ള രാത്രി. ഇവരെന്താന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം 8, 9, 10 മണി സമയത്താണ് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന പണികളുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് ബൈക്കുമായിട്ട് പോയിട്ട് അല്ല, അത് അവിടെ ആൾക്കാരുണ്ടല്ലോ, ആ പരിസരത്തേക്ക് എത്തുമ്പോ ആൾക്കാർ വിളിച്ചു പറയും, ഇന്ന സ്ഥലത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മൾ അവിടെ പോയി നിൽക്കണം. ഈ 2 എവിടെയാണോ അവര് റോഡ്, അവർക്ക് സ്ഥിരമായിട്ടൊരു ക്രോസിങ്ങിനൊക്കെ സ്ഥലമുണ്ട്. ആ ക്രോസിംഗ് സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കും, അപ്പുറം ഇപ്പുറം നിൽക്കും. എന്നിട്ട് ആന പോയി കഴിഞ്ഞാല് വരുള്ളൂ. ഇനി അങ്ങോട്ട് പോയാലോ ആന പുറച്ചാകുമ്പോഴത്തേ തിരിച്ചിങ്ങോട്ടും വരും. ആ സമയത്ത് അവിടെ ഉണ്ടാവണം. ഇതിനൊക്കെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ കൊത്തുപണി. അപ്പൊ എന്തായാലും വയനാട്ടിൽ പോയിട്ട് കൂടുതൽ കൊത്തുപണിയും എല്ലാം ഒരു ശില്പകല ഒന്ന് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാം നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.